അപ്രതീക്ഷിത ദുരന്തത്തിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല തമിഴകത്ത്. 1.5 വയസ്സുകാരനടക്കം 40 പേരാണ് മരിച്ചത്. എല്ലാവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 59 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. സംഭവത്തിൽ വിജയുടെ പാർട്ടിയായ ടിവിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ വിജയെ അറസ്റ്റ് ചെയ്ത് സഹതാപതരംഗം സൃഷ്ടിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട്. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ദുരന്തത്തിൽ സ്റ്റാലിൻ സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് അണ്ണാ-ഡിഎംകെയും ബിജെപിയും സ്വീകരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറക്കലും കെ സജീഷും സായ് കുമാറും ശ്യാം ദേവരാജുമാണ് നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. ഇക്ബാൽ അറക്കൽ, നിലവിൽ മൃതദേഹങ്ങൾ എല്ലാം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകളൊക്കെ ഇപ്പോൾ നടക്കുകയാണോ? എന്തൊക്കെയാണ് ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി സംബന്ധിച്ച്? നമുക്ക് ഈ ഒരു ദിവസം മുഴുവൻ പൂർത്തിയാകുമ്പോൾ ഇന്നലെ വൈകിട്ട് 7:30 അപകടമുണ്ടായത്. ഇപ്പോൾ 4 മണിയാകുന്നു. ഈ നേരം വരെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുജയ, സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ട ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കരൂരിൽ ഉണ്ടായത്. ടിവിക്കെയുടെ സംസ്ഥാന പര്യടനത്തിൽ നടൻ വിജയ് പങ്കെടുക്കുന്നു. വിജയുടെ വാക്കുകൾ കേൾക്കുക, വിജയെ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ രാവിലെ 10 മണി മുതൽ തന്നെ ഈ കരൂരിലെ വേലുചാമിപുരത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിയത്. 12:45 വിജയ് എത്തുമെന്ന് കാത്തിരുന്ന ആളുകൾക്ക് വിജയെ കാണാൻ പിന്നീടും 6 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വരുന്നു. അങ്ങനെ 7 മണിയോടുകൂടി പിന്നീട് വിജയ് എത്തുമ്പോഴേക്കും വലിയൊരു ആൾക്കൂട്ടം ഇരച്ചെത്തുകയായിരുന്നു. 10,000 ആളുകൾ മാത്രം പങ്കെടുക്കുമെന്ന് അധികൃതർ കരുതിയ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് 5 ഇരട്ടിയിലധികം ആളുകളാണ്. അതോടുകൂടി പിന്നീട് ഈയൊരു ടിവിക്കെയുടെ സംസ്ഥാന പര്യടന പരിപാടി പിന്നീട് ഒരു മഹാദുരന്തത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ കരൂർ സ്വദേശിയായ കെവിൻ്റെ മരണം ഉൾപ്പെടെ 40 പേരാണ് ഈ ദുരന്തത്തിൽ ശ്വാസം മുട്ടിയും അതുപോലെ തന്നെ ശരീരത്തിൽ പല രീതിയിലുള്ള പരിക്ക് പറ്റിയും മരണമടഞ്ഞത്. ഇതിൽ ഒരു 1.5 വയസ്സുകാരൻ ഉൾപ്പെടുന്നുണ്ട്. ഒരു വീട്ടിലെ അമ്മയും 2 മക്കളും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത മാസം കല്യാണം നിശ്ചയിച്ചിരുന്ന ഒരു യുവതിയും ആ യുവതിയുടെ പ്രതിശുദ്ധ വരൻ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ 40 പേർക്കാണ് ഇന്നലെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഇപ്പോഴും പരിക്ക് പറ്റി വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് 95 പേരാണ്. ഇന്നലെ 111 പേർ ചികിത്സയിൽ ഉണ്ടായിരുന്നെങ്കിലും പല ആളുകളും തമിഴകത്തിന് തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കായി നിൽക്കുകയാണ്.